നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം. പ്രിയ പ്രേക്ഷകർക്ക് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഫുട്ബോൾ പ്രേമികൾക്ക് ഒരു സന്തോഷ വാർത്ത. അർജന്റീന ടീം വരുന്നു കേരളത്തിലേക്ക്. AFAയുടെ അനുമതി ലഭിച്ചതായി സൂചന ലഭിക്കുന്നു. ഏറെ ആരാധകരുള്ള അർജന്റീൻ ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് എത്തുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ സൂപ്പർ താരം ലയണൽ മെസ്സിയും കേരളത്തിലേക്ക് പന്ത് തട്ടാൻ എത്തുമെന്ന് വ്യക്തമാക്കി കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. 1.5 മാസത്തിന് ശേഷം ടീം കേരളത്തിലെത്തി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി ഔദ്യോഗികമായി ഇക്കാര്യം അറിയിച്ചത്. കേരള സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് മത്സരം നടക്കുക. എല്ലാ ഒരുക്കങ്ങൾക്കും സർക്കാർ നേതൃത്വം നൽകും. ടീം അസോസിയേഷൻ നിലവിൽ വന്നതിന് ശേഷം തീയതി തീരുമാനിച്ചറിയിക്കും. ഏത് ടീം ആരെന്നും പിന്നീട് അറിയിക്കും. ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷനാണ് മത്സരം നടത്താൻ സന്നദ്ധ അറിയിച്ചിരിക്കുന്നത്. 2 സൗഹൃദ മത്സരങ്ങളാകും കേരളത്തിൽ നടക്കുകയെന്നും മന്ത്രി വ്യക്തമാക്കി. അർജന്റീന ടീമിനെയും മെസ്സിയെയും ഫുട്ബോൾ ആരാധകർക്കായി കേരളത്തിലേക്ക് എത്തിക്കുമെന്ന് കായിക മന്ത്രി നേരത്തെ തന്നെ സൂചനകൾ നൽകിയിരുന്നു. അർജന്റീനയിൽ സെപ്റ്റംബറിൽ മന്ത്രി സന്ദർശനവും നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായത്. അടുത്ത വർഷമാകും ലയണൽ മെസ്സിയും സംഘവും കേരളത്തിലെത്തുക. കേരളത്തിൽ വെച്ച് വിദേശ ടീമുമായി അർജന്റീന ഏറ്റുമുട്ടുമെന്നാണ് സൂചന. കൊച്ചിയിൽ വെച്ചാകും മത്സരമെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ സൂചന നൽകി. കൊച്ചിയിലും തിരുവനന്തപുരത്തുമായി 2 മത്സരങ്ങൾ നടക്കുമെന്നാണ് അറിയുന്നത്. എന്നാൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന ആരുമായാണ് മത്സരിക്കുക എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. വിദേശ ടീമുമായിട്ടാകും മത്സരമെന്നാണ് മന്ത്രി നൽകുന്ന സൂചന. ഏഷ്യയിലെ ഏതെങ്കിലും പ്രമുഖ ടീം തന്നെ അർജന്റീനയെ നേരിടാൻ കളത്തിലിറങ്ങാനാണ് സാധ്യത. ഫിഫ റാങ്കിങ്ങിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ജപ്പാനാണ് അർജന്റീനയ്ക്കെതിരെ കളത്തിലിറങ്ങാൻ കൂടുതൽ സാധ്യത. ഇറാൻ, ദക്ഷിണ കൊറിയ, ഓസ്ട്രേലിയ, ഖത്തർ എന്നീ രാജ്യങ്ങളാണ് റാങ്കിങ്ങിൽ മുന്നിലുള്ള മറ്റ് ഏഷ്യയിലെ പ്രമുഖ ടീമുകൾ. അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിലെത്തിക്കാൻ 100 കോടിയിലധികം രൂപ ചെലവ് വരുമെന്നാണ് വിവരം. ചെലവുകൾ സ്പോൺസർഷിപ്പ് വഴിയായിരിക്കും കണ്ടെത്തുക. സ്പോൺസർമാരുടെ കാര്യത്തിൽ തീരുമാനമായതായാണ് പുറത്തുവരുന്ന വിവരം. സൗഹൃദ മത്സരം കളിക്കാൻ നേരത്തെ തന്നെ അർജന്റീന ഇന്ത്യയെ ക്ഷണിച്ചിരുന്നു. എന്നാൽ അർജന്റീന ഫുട്ബോൾ ടീമിനെ ഇന്ത്യയിലെത്തിക്കാനുള്ള ചെലവ് കണക്കിലെടുത്ത് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ ക്ഷണം നിരസിക്കുകയായിരുന്നു. തുടർന്ന് ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കുമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. പിന്നീട് സ്പെയിനിൽ വെച്ച് മന്ത്രിയും സംഘവും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ടീമുകളിലൊന്നാണ് അർജന്റീന. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.